നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോളെ ഒരു കോട്ടൻ ചായ കണ്ട കണച്ചാതി എല്ലാം കൂടെ വാരിയിട്ട് തിളപ്പിക്കുന്ന ചായ അല്ലേ? അയ്യോ വേണ്ട കുഞ്ഞേ, ഇപ്പൊ തലവേദന മാത്രമേ ഉള്ളൂ. ഇനി ഛർദിലും വയറ്റിളക്കം കൂടെ തുടങ്ങും. മാം പുരട്ടിട്ടും കുറവൊന്നുമില്ല മുത്തശ്ശി. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യുക മതി, നീ ആമിയെ കുട്ടി ഹോസ്പിറ്റലിലേക്ക് പോ. കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കോളാം. ഹോസ്പിറ്റലിൽ പോകാനും മാത്രം ഒന്നുമില്ല മുത്തശ്ശി. വല്ല ടാബ്ലറ്റും കഴിച്ചാൽ മതിയാവും. അത് നീയാണോ തീരുമാനിക്കുന്നത്? പ്രസവം കഴിഞ്ഞിരിക്കുന്ന സമയ ഡോക്ടറോട് ചോദിക്കാതെ കണ്ട മരുന്നൊന്നും വാങ്ങി കഴിക്കാൻ പാടില്ല. പോകാൻ പറഞ്ഞ പൊക്കോണം. വേഗമാകട്ടെ. കുഞ്ഞിനെ അവിടെ ആക്കിയിട്ട് വന്നതിൽ എനിക്ക് വിഷമം. നമ്മളവിടെ ഇല്ലാത്തപ്പോ ആ നശിച്ച പൂജ എങ്ങനെ എന്റെ കുഞ്ഞിനെടുത്തോണ്ട് പോവോ? എന്റെ പേടി അത് തന്നെയാ. പക്ഷെ മോളുടെ മുത്തശ്ശി അങ്ങനെ ഒന്നും വിട്ട് കളിക്കത്തില്ല. മുത്തശ്ശിക്ക് അറിയാം അങ്ങനെ വലുതും സംഭവിച്ചാൽ മോള് മുത്തശ്ശിയെ കൊന്നു കൊല വിളിക്കുമെന്ന്. എന്നേക്കുമായിട്ട് പൂജ അവിടെ നിന്ന് ഒഴിവാക്കാൻ എന്താ ഒരു വഴി? അതാ ഇനി നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടത്. ആലോചിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്റെ മനസ്സ് പറയുന്നു അധികം താമസിക്കാതെ അത് നടക്കുമെന്ന്. നമ്മുടെ ഈ കള്ളുകൂടിയം പരശുമാമനില്ലേ, മാമ വിചാരിച്ചാൽ അത് പുഷ്പം പോലെ നടക്കും. എന്റെ പൊന്ന് സാറേ, ഞാൻ ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ എത്ര പ്രാവശ്യം പറയാൻ സാറേ, ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ലെന്നു. മാമൻ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്ത് നോക്കാനായിട്ടാ? പിന്നെ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ അറിയാലോ. ഇതാരൊക്കെയാ? നിങ്ങളെന്താ ഇവിടെ? കണ്ടോ പറഞ്ഞു താവ് വായിലിട്ടില്ല. അതിനു മുന്നേ മാമൻ വന്നത് കണ്ടോ? ഇപ്പൊ മോൾക്ക് വിശ്വാസമായില്ലേ? ഇതാണ് ദൈവത്തിന്റെ കളി. താനത് കൊണ്ടാ ഞാൻ ഇപ്പൊ വരാം സാറേ.